വേണി വേണി കിച്ചാമണി കിച്ചാമണി ലക്ഷ്മണ കണ്ടു അവരെ? ഇല്ല ചേച്ചി. മഹിയേട്ടാ വേണി കിച്ചനെ കാണാനില്ല. രക്ഷപ്പെട്ടു അല്ലേ? നീ രക്ഷപ്പെടുത്തിയല്ലടാ? ഇല്ല സാർ, എനിക്കൊന്നും അറിയില്ല. ഓടിവായോ. കിച്ചാമണി 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 കിച്ചാമണി. മഹി, ഒന്നും സംഭവിച്ചിട്ടില്ല. എടുക്ക്, ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്താ എന്താ ഈ മഹി? അറിയില്ല അറിയില്ല മുത്തശ്ശ. ഈശ്വര, എന്റെ കുട്ടികൾക്കൊന്നും വരുത്തല്ലേ. ഡോക്ടർ എന്താ? ശരിക്കും ക്രിട്ടിക്കലാണ്. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ. മരിക്കട്ടെ, രണ്ടും മരിക്കട്ടെ. എനിക്കിപ്പോ അങ്ങനെയാ തോന്നണത്. ജീവൻ തിരിച്ചു കിട്ടിയിട്ടും പ്രയോജനമുണ്ടോ സാർ? അവര് ചെയ്തു തന്നെയാണ് ശരി. ഒരുമിച്ച് ജീവിക്കാനല്ലേ സാറിന്റെ നിയമം അനുവദിക്കാണ്ടുള്ളൂ. ഒരുമിച്ച് മരിക്കാമല്ലോ. ആ മുറിയിൽ നിന്ന് 2 മൃതദേഹങ്ങളാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നെങ്കിൽ അതിലൊന്നിനെ സാറ് കൊണ്ടുപോവോ നിയമത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ? അപ്പോഴും സാറിന് സ്വന്തം ഭാഗം ഭംഗിയാക്കിയ സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേ? പോലീസുകാരനായിട്ടല്ലേ ഞാൻ ജനിച്ചത്. അൾട്ടിമേറ്റ്ലി ഞാനും നിന്നെ പോലുള്ള മനുഷ്യനാ. സെൻസും സെൻസിബിലിറ്റി ഉള്ള മനുഷ്യൻ. യു നോ ദാറ്റ്? I am Sub Inspector Selvam, Tamil Nadu Crime Branch. ഹലോ. DOSP Ravatal sir phone பண்ணாரு. புறப்பட்டு வர சொல்லி. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. വിളിച്ചോളൂ. ഷീ കൻ ഹിയർ. പേടിക്കണ്ട. കോൾ ഹർ. ഷീ ഈസ് ഗെറ്റിംഗ് നോർമൽ. കം ഓൺ, വിളിച്ചോളൂ. വേണി സർ, SI ശെൽവവും കോൺസ്റ്റബിൾസും എത്തിയിട്ടുണ്ട്. സ്റ്റേഷനിലുണ്ട് അവര്. അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും. ഞാൻ കോൺടാക്ട് ചെയ്തോളാം. സർ. അല്ലേ വേണ്ട. ആ ഗസ്റ്റ് ഹൗസിൽ തന്നെ റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കൂ. യെസ് സർ. റിലാക്സ്. ഇനി കുഴപ്പമൊന്നുമില്ല. ഓക്കെ. കിച്ചൻ എവിടെ? ഉണ്ട്. കിച്ചൻ ഇവിടെ തന്നെ ഉണ്ട്. കിച്ചന് ഒന്നും പറ്റിയിട്ടില്ല മോളെ, ഒന്നും പറ്റിയിട്ടില്ല. മോള് കിടന്നോ. എന്തിനു വൈകിട്ട് ഒക്കെ അവസാനിപ്പിച്ചത്? പിന്നെ സാരമില്ല. ഹലോ
எஸ் ரவுத்தர் சார் தெரியல சார் லைன்ல கொஞ்சம் ப்ராப்ளம் இருக்கு சார் ஆமா சார் கிடைச்சாச்சு சார் அண்டர் மை கஸ்டடி சார் ഹലോ ഹലോ ആശം എസ് പി ആണ് പത്രക്കാരുടെ ബഹളം എസ് പി ഓഫീസിൽ പ്രതിയുടെ പേരും ഡീറ്റെയിൽസും അറിയാൻ ഇനിയൊരു കള്ളം പറയാൻ പറ്റില്ല അല്ലേ സാർ? ഇല്ല എല്ലാം എന്റെ കൈ വിട്ടു പോയിരിക്കുന്നു. ഇനി എത്രയും പെട്ടെന്ന് അയാളെയും കൊണ്ട് എനിക്ക് പോയേ പറ്റൂ. ഹലോ സോറി സാർ, ഇനിയും വിളിക്കുമ്പോ പ്രതിയുടെ പേര് പറയണം. മഹേന്ദ്രൻ, വയസ്സ് 32, കൊലപാതക കാരണം മുൻ വൈരാഗ്യം. വാട്ട് ഡു യു മീൻ? സത്യം, അതെ, ഇനി ഇതാണ് സത്യം. പ്രതി മഹേന്ദ്രനാണ് സുബ്രഹ്മണ്യത്തെ കൊന്നത്. ചുമ്മാ വിഡിത്തം പറയാതെ. ഇതെങ്ങനെ വിഡിത്തമാവും സാർ? തഞ്ചാവൂരിൽ വെച്ച് ഞാൻ സുബ്രഹ്മണ്യത്തെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ കശപിശയുണ്ടായിട്ടുണ്ട്. ആ പെൺകുട്ടി അയാളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ കൊന്നു സുബ്രഹ്മണ്യത്തെ. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാർ ആരെ ചൂണ്ടി പറയുന്നുവോ അവരാണ് പ്രതി. സാറിന് പറയാം, ധൈര്യമായിട്ട് പറയാം, ഞാനാണ് പ്രതി. നടക്കില്ല, അത് നടക്കില്ല. അതെങ്ങനെ നടക്കും? നടക്കും, സാറ് വിചാരിച്ച നടക്കും. മറ്റാർക്കും പ്രതി ആരാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് സാറിന് തീരുമാനിക്കാം. നോ മഹി, നോ. സാർ പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. നല്ലപോലെ ആലോചിച്ചിട്ടാണോ മഹി പറയുന്നത്? അതുകൊണ്ടുണ്ടാവുന്ന കോൺസിക്വൻസിനെ കുറിച്ച് നല്ലപോലെ ആലോചിച്ചു, നല്ലപോലെ ആലോചിച്ചു. സാക്രിഫൈസ്, ഭ്രാന്ത്. ആർക്കു വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നേ? അറിയില്ല ആർക്കു വേണ്ടി. ആ ചെറുപ്പക്കാരൻ എന്റെ അനുജനല്ല, എന്റെ സുഹൃത്തല്ല. പിന്നെ ആര്? 1000 വട്ടം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അറിയില്ല സാർ, പക്ഷെ ഒന്നു മാത്രം അറിയാം. ആരുമല്ലാത്ത ആരൊക്കെയോ ആണ് ആ ചെറുപ്പക്കാരനും ആ പെൺകുട്ടി. എനിക്കിപ്പോ അവരിനി കരയരുത്. വീണ്ടും ഒരു ദുരന്തം ഒഴിവാക്കാൻ ഇതേ ഒരു മാർഗമുള്ളൂ. എനിക്കല്ലാതെ മറ്റാർക്കും അത് ചെയ്യാനാവില്ല. അപ്പൊ തന്റെ ജീവിതം, പ്രായം ചെന്ന മുത്തശ്ശൻ, മുത്തശ്ശി, തന്നെ കാത്തിരിക്കുന്ന പെണ്ണ്. എന്റെ പെണ്ണിന് എന്നെ മനസ്സിലാവും സാർ. എന്റെ മുത്തശ്ശിന് മുത്തശ്ശിക്ക് എന്നെ മനസ്സിലാവും. എനിക്ക് വേണ്ടി വേദനിക്കുന്നതിൽ, ആ പയ്യന്റെയും പെൺകുട്ടിയുടെയും സന്തോഷത്തിന് വേണ്ടി വേദനിക്കുന്നതിൽ അവർക്ക് വിരോധം ഉണ്ടാവില്ല സാർ. ഇനി സമയം കളയണ്ട സാർ. വിളിക്കേ, SP വിളിച്ച് പറയേ. മഹി, ഒരാവേശത്തിന്റെ പേര് ചെയ്യാവുന്ന കാര്യമല്ല ഇത്. അല്ല, ഇത് ആവേശമല്ല. ഇതല്ലാതെ മറ്റൊരു മാർഗമുണ്ടോ സാറിന് പറയാൻ? എന്നാലും ഒരു നിരപരാധിയെ ഞാൻ... 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്ന് നിയമമുണ്ട് അല്ലേ സാർ? എനിക്ക് വിടൂ സാർ, ഒരു അപരാധിയെ വെറുതെ വിടൂ സാർ. അല്ലെങ്കിൽ വേണ്ട. ഫോൺ അടിക്കുന്നു, അതെടുക്കൂ സാർ. എന്നിട്ട് ധൈര്യമായിട്ട് പറയൂ, പ്രതിയുടെ പേര് മഹേന്ദ്രൻ. പ്ലീസ്. நான் செல்வம் பேசுறேன் சார். நாங்க வெயிட் பண்ணிட்டே இருக்கோம். என்ன செய்யலாம் சார்? ஒரு ஜீப்பிங்க அனுப்பி வை. வேணாம், நீங்க வர வேணாம். நீங்க தஞ்சாவூருக்கு புறப்படுங்கோ, நான் கொண்டு வரேன். തയ്യാറായിക്കോ, പുറപ്പെടാൻ തയ്യാറായിക്കോ. എനിക്കെന്താ, അവനല്ലെങ്കിൽ നീ. ആരായിരുന്നാലും കൊണ്ടുപോയി അവന്മാരുടെ മുന്നിൽ തള്ള ഒരു പ്രതിയെ മതി എനിക്ക്. അത് നീ ആയാലും മതി. തയ്യാറായിക്കോ. മഹേട്ടാ, എനിക്ക് പോണം ലക്ഷ്മണ. പൂവേ, എങ്ങോട്ടും പോവില്ല മഹേട്ടൻ. ഭാമയുടെ ആശുപത്രിയിലുണ്ട്. അവളോട് പറയണം നീയെ കാത്തിരുന്നോളൂ. അവള് മഹിയേട്ടന് വേണ്ടി എത്ര നാൾ വേണമെങ്കിൽ കാത്തിരുന്നോളൂ. അവള് പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിനക്ക്. മുത്തശ്ശൻ, മുത്തശ്ശി അവരുണ്ടാവും, കിച്ചനും വേണേയും. എന്നാലും നീ വേണം എല്ലാം നോക്കാൻ. ഇല്ല, മഹേട്ട എങ്ങോട്ടും പോവില്ല. ഞാൻ സമ്മതിച്ചിട്ട് മഹേട്ട എങ്ങോട്ടും പോവില്ല. അങ്ങനെ ഇപ്പൊ ആർക്ക് വേണ്ടി മഹേട്ടൻ? വേണം ലക്ഷ്മണ. എത്ര പറഞ്ഞിട്ടും കേട്ടില്ല മഹേട്ടൻ. പോട്ടെ, പോയി തൊലയിട്ടെ മുത്തച്ഛ. ഇല്ല, സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല മുത്തച്ഛ. ഈ പാപം കൂടി എന്റെ തലയിൽ കെട്ടിവെക്കല്ലേ.
മഹിഴിനെ ഞങ്ങള്. ആരാണ് കിച്ചൻ? ആരാണ് ഈ വേണി? പരമവച്ചി ആരാ ഞങ്ങള് നിങ്ങൾക്കൊക്കെ? മുത്തശ്ശ, ഇനി ഞങ്ങൾ എന്തുവേണമെന്നും കൂടി പറഞ്ഞില്ല. ആടിപ്പാടി കളിച്ച് ചിരിച്ച് നിങ്ങളുടെ കൂടെ കഴിയാം. അപ്പൊ മകേന്റെ പിന്നെ സന്തോഷാവും. അവൻ പോട്ടെ. അവൻ ചെയ്തത് ശരിയാ. അവനിത് ചെയ്യാൻ പറ്റിയില്ലോ. എന്റെ പൊന്നുമോനിത് ചെയ്യാൻ പറ്റിയില്ലോ. സാരില്ല മക്കളെ, സാരില്ല. ദൈവം ഉണ്ട് അവന്റെ കൂടെ. ഒന്നുകൂടെ ആലോചിക്കാം. തിരിച്ചു പോകാവുന്ന ദൂരമേ താനിപ്പോ വന്നിട്ടുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ശ്രീമംഗലത്തെ മഹേന്ദ്രന് ഒക്കെ നഷ്ടപ്പെടുകയാണ്. ജീവിതത്തിലെ നല്ല നാളുകൾ, പ്രിയപ്പെട്ടവർ ഒക്കെ. ഇനി ശ്രീമംഗലത്തെ മഹേന്ദ്രൻ സുബ്രഹ്മണ്യത്തെ കൊന്ന കൊലപാതകയാണ്. നഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല സാർ. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തുമ്പോഴല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാകുന്നത്. നമുക്ക് പോവാം സാർ. ഇറങ്ങാം. ഈ യൂണിഫോം ഇട്ടിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരാളുടെ മുന്നിൽ തോക്കുകയാണ്. നീ എന്നെ തോൽപ്പിച്ചു. ഇറങ്ങാം സാർ. DYSP റാവുത്തർക്ക് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞില്ല. കൃത്യവിലോപം, നിരുത്തരവാദിത്വം, ഒരു സസ്പെൻഷൻ, അല്ലേ ചിലപ്പോ തൊപ്പി തെറിക്കാം. സാരമില്ല. നീ പറഞ്ഞതാണ് ശരി. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തുമ്പോഴേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകും. ഇറങ്ങാൻ. തെളിയാത്ത ഒരുപാട് കേസുണ്ട് ഈ നാട്ടില്. അക്കൂട്ടത്തിൽ ഇതും. ഓടാ, ഓ, തിരിച്ചു പോ. നിനക്കും ആ പയ്യനും കാത്തിരിക്കുന്ന പെൺകുട്ടികൾക്കും എല്ലാവർക്കും എല്ലാം തിരിച്ചു കിട്ടട്ടെ. ഓ, ഈ അതിർത്തി കടന്ന് ഇനി ഒരിക്കലും ഒരു പോലീസ് ഓഫീസറും അയാളുടെ നിയമവും ഈ വഴി വരാതിരിക്കട്ടെ. കിച്ചാമണി അറിയാതെ ചെയ്തു പോയ ഈ തെറ്റ് ദൈവത്തിന്റെ കോടതിയിൽ പൊറുക്കട്ടെ. അശാന്തിയുടെ ഈ രാപ്പകലുകൾക്കൊടുവിൽ കനിവിന്റെ കൈക്കൊടുന്ന് നിലാവ് പെയ്യട്ടെ.